അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നബിദിനാഘോഷം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ലാത്ത മാതൃകയാണ്, അതിലൊരു സംശയമില്ല. അതിന് തെളിവുണ്ടോ എന്ന് വെച്ചിട്ട് തെളിവുകളൊന്നും തരാനില്ലാത്ത കുറെ ആളുകൾ, അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നില്ല. തെളിവില്ലാത്ത ഒരു സംഗതി, റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം മുജാഹിദുകൾ ആഘോഷിക്കൂല എന്ന് പറയുമ്പോൾ പിന്നെ ഈ ആഘോഷിക്കാത്ത മുജാഹിദുകളെ വളരെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ശ്രമം. ഏതൊരു സമയത്തും ഈ വാദങ്ങൾ കൊണ്ട് ജയിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഡയലോഗ് അടിച്ചിട്ടും കളവ് പറഞ്ഞിട്ടും ആരോപണം നടത്തുന്ന ആൾക്കാർ വിജയിക്കാൻ നോക്കുക. ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് 8 ഗോളും 10 ഗോളും വാങ്ങിയിട്ട് തോറ്റു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെന്താ പറയാ, അത് കോഴ വാങ്ങിയതാണ്, അത് അങ്ങനെ ആക്കിയതാണ്, മറ്റേത് ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞിട്ട് ജയിച്ച ടീമിലെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അടിച്ചു വിടാന്നുള്ളത് നമ്മുടെ നാട്ടിൽ എപ്പോഴും തോറ്റ ടീം ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ്. ആ നിലക്ക് മുജാഹിദിനെ കുറിച്ചിട്ട് നബിദിനാഘോഷം മുജാഹിദുകൾ ചെയ്യാതിരിക്കാൻ കാരണം എന്താണ് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് കുറെ കളവ്, പച്ചക്കളവ് പിന്നെ പറയുന്ന ഒരു മുസ്ലിയാരുടെ വർത്തമാനങ്ങൾ കേട്ടു നോക്കിയേ. എല്ലാവരും അംഗീകരിച്ചിട്ടേ നബിദിനം ഞാൻ ആഘോഷിക്കുമെന്നൊന്നും ആരും വാശി പിടിക്കരുത്. നബിദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളുടെ വിരോധം നബിദിനത്തോട് മാത്രമല്ല, അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവര് പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കളെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി അംഗീകരിക്കൂല. അപ്പൊ നോക്കൂ, എല്ലാവരും അംഗീകരിച്ചിട്ടൊന്നും നബിദിനാഘോഷം നടക്കൂല. അപ്പൊ നമുക്ക് മനസ്സിലായി സംഗതി നബിദിനാഘോഷം വലിയ തെളിവൊന്നുമില്ല. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടെങ്കിലും ജയിച്ചു പോകാന്നത് വേറെ വകുപ്പില്ലെന്ന് മനസ്സിലായി. ശരിയാണ്, ഒരു കാര്യം ലോകത്തെല്ലാവരും ചെയ്തിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റൂല. ഹദീസിലുണ്ടോ ഖുറാനിലുണ്ടോ നമുക്ക് ചെയ്യൊരു സംശയമില്ല, ഒരു പ്രശ്നമില്ല. അത് ലോകത്താരും ചെയ്യുന്നില്ലെങ്കിലും ഖുറാനിലും ഹദീസിലുള്ള ഒരു സംഗതി നമുക്ക് ചെയ്യാം. അതിന് ആൾക്കാർ ഒരാളെങ്കിലും രണ്ടാളെങ്കിലും ചെയ്യുന്ന നിർബന്ധം നിബന്ധന ഇസ്ലാമിലില്ല. അപ്പോൾ നബിദിനം ശരിയാണെന്നുണ്ടെങ്കിൽ ലോകത്തെല്ലാവരും ചെയ്തിട്ട് ഞാൻ ചെയ്യൂ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ നിലക്കൊന്നും ഉള്ള സംഗതി വേണം. ഇനി പറയുന്ന കാര്യം എന്താണ്, ഓരോട് ചോദിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കളുടെ അവസ്ഥ ഓരോ നരകത്തിലാണെന്ന് പറയും. നബിദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളുടെ വിരോധം നബിദിനത്തോട് മാത്രമല്ല, അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവര് പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കളെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി അംഗീകരിക്കൂല. പൊന്നാര ഉസ്താദെ, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്ന് റസൂലിനോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടോ അവരോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടോ നമ്മൾ പറയുന്നതല്ല. ഇത് മുജാഹിദിൽ പറഞ്ഞതുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്, നിങ്ങൾ അംഗീകരിക്കുമോ നമുക്കറിയില്ല, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം ബുഖാരിയുടെ മുസ്ലിമിന്റെ ഹദീസ്. അത് നിഷേധിക്കുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിലുള്ള പിന്നെ ഷിയാക്കളും മുഅ്തസിലിയാക്കളും സമാനമായ ആൾക്കാർ മാത്രമേ നിഷേധിക്കാറുള്ളൂ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന 203-ാമത്തെ ഹദീസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, അന്ന റജുലൻ ഖാല, ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഐന അബി, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉപ്പ എവിടെയെന്ന് ചോദിച്ചു. അഥവാ മരിച്ചുപോയി ഉപ്പയുടെ ഇപ്പോഴത്തെ സ്ഥാനമാണ് ചോദിച്ചത്. റസൂൽ പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണ്. ആ മനുഷ്യൻ സങ്കടപ്പെട്ട് തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചു ഫലമ്മ ഖഫ, അദ്ദേഹം തിരിച്ചു പോയപ്പോൾ ദഅഹു, ആ സഹാബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വാ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത് എങ്ങനെയാണ്? അബീ വ അബീക ഇന്ന അബീ വ അബാക ഫിന്നാർ, നീ അറിയണം, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ നരകത്തിലാണെന്ന് പറയുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ പറഞ്ഞതല്ല. സലഫികളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചിട്ട് ആളുകളുടെ വികാരം ഇളക്കി വിടാൻ നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിനെ നമുക്ക് ലോകത്ത് മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഇമാം മുസ്ലിമിന്റെ ഷറഹ്, മുസ്ലിമിന്റെ ഷറഹ് ഇമാം നവവിയുടേതാണ്. ഇമാം നവവി ആരാ? രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട, ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഷാഫി മദ്ഹബിന് ഊടും പാവും ഉണ്ടാക്കി കൊടുത്ത, കെട്ടും മട്ടും ഉണ്ടാക്കി കൊടുത്ത വലിയ പണ്ഡിതൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നു, ഫീഹി, ഈ ഹദീസിൽ ഒരു പാഠമുണ്ട്. ആ പാഠം എന്താണ്? അന്നമൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ, കുഫറിലാണ് ഒരാൾ മരിച്ചതെങ്കിൽ ഓൻ നരകത്തിലാണ് എന്ന്. ഈ റസൂലിന്റെ ഉപ്പ നരകത്തിലാണ് എന്ന് പറഞ്ഞ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, കുഫറിൽ മരിച്ചാൽ ആ വ്യക്തി നരകത്തിലാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, നോക്കിയേ, എടുത്ത ഒരു മുഖറബായ ഒരാൾ, ഏതൊരുത്തന് സമീപസ്ഥനാണെങ്കിലും അതൊന്നും ഉപകാരപ്പെടില്ല. അള്ളാന്റെ റസൂലിന്റെ ഉപ്പയാണെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ശൈഖിന്റെ മുരീദാണെന്ന് കരുതിയിട്ട് അവനൊക്കെ കൈച്ചലാകും എന്ന് വിചാരിക്കേണ്ടതില്ല. ഓരോരുത്തരും അവരവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ അവന് വിജയിക്കുകയുള്ളൂ എന്നാണ്
ഇതിൽ മനസ്സിലാകുന്നത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നത്, ഒരു കാലഘട്ടത്തിലും പ്രവാചകൻ കടന്നു പോകാതിരുന്നിട്ടില്ല, മാത്രമല്ല ഈ പ്രവാചകന്റെ ഉപ്പക്കും ഉമ്മക്കും ദഅവത്ത് എത്തിയിട്ടില്ല എന്നും വാദമില്ല. ആ കാലഘട്ടം ജീവിച്ച ആളുകളൊക്കെ ഇബ്രാഹിം നബിയുടെയും മറ്റു പ്രവാചകന്മാരുടെ ദഅവത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ട്, അവർ യഥാർത്ഥമായ ദീനിലല്ലാത്തത് കൊണ്ട് അവർ നരകത്തിലാണ് എന്ന് ഈ ഹദീസിൽ പാഠമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. ഇനിയോ ഉമ്മയുടെ വിഷയം, അതും ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ്, 976-ാമത്തെ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, ഞാൻ എൻ്റെ അള്ളാഹുവിനോട് എൻ്റെ ഉമ്മാക്ക് ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി അനുമതി ചോദിച്ചു. അപ്പോൾ ഫലം യഅ്ദൻ ലീ, അള്ളാഹ് ചെയ്തിട്ടില്ല, എനിക്ക് അനുമതി നൽകിയിട്ടില്ല. വ അസ്തഅദൻതുഹു അൻ അസൂറ ഖബ്റഹ, എന്നിട്ട് ഞാൻ റസൂൽ പറയാണ്, ഞാൻ അള്ളാഹുവോട് എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ പെർമിഷൻ ചോദിച്ചു. ഫഅദിന ലീ, അപ്പോൾ എനിക്ക് പെർമിഷൻ നൽകി. ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല. കാരണം എന്താണ്? അതിന്റെ കാരണവും ഇതേ ഇമാം നവവി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നു, വഫീഹി അന്നഹിയു അനിൽ ഇസ്തിഗ്ഫാരി ലിൽ കുഫാർ, കുഫാറുകൾക്ക് ഇസ്തിഗ്ഫാർ തേടുന്നതിന് വിരോധമുണ്ട്, നഹിയുണ്ട് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു നൽകുന്നു. ഇമാം നവവി പറയുന്നു. ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. വിശദീകരണം രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട ഇമാം നവവിയുടേത്. പറഞ്ഞത് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലാതെ മുജാഹിദുകൾ പറഞ്ഞതല്ല. അതുകൊണ്ട് മുജാഹിദുകൾ അള്ളാഹു റസൂൽ ഉപ്പാനുമായി നരകത്തിലാക്കുന്നു. ആ അള്ളാഹു റസൂൽ ഉപ്പാനുമായി നരകത്തിലാക്കുന്ന മുജാഹിദുകൾ എങ്ങനെയാണ് ഇതിനെ ആഘോഷിക്കുക? ഓരാഘോഷിച്ചിട്ട് നിങ്ങൾ ഇക്കാലഘട്ടത്തിൽ ആഘോഷിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ സാധാരണക്കാരെ പൊട്ടീസാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. പിന്നെ വേറെയും കളവുകളുണ്ടാവും കേട്ടോളി. അവരോട് ചോദിക്കൂ, അള്ളാഹുവിനെ കണ്ട മിഅ്റാജിന്റെ രാത്രിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതൊരു സ്വപ്നാണ്, അല്ലാതെ ഒരു യാത്രയെ കുറിച്ച് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു സ്വപ്നാണ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാരുണ്ട്, കേരളത്തിലുണ്ട്. മുജാഹിദ് പറയുന്ന ആൾക്കാരുണ്ട്, ഓരൊക്കെ മുജാഹിദിനെ എതിർത്തിട്ടുമുണ്ട്. ഇസ്രാ മിഅ്റാജും സത്യസന്ധമാണ് എന്ന് ഖുർആനെ കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ട കാര്യം. സൂറത്തുൽ ഇസ്രാ, ഒരു സൂറത്തിന്റെ പേരെന്നതാണ്. സുബ്ഹാനൽ യസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ കുറിച്ചുള്ള ആയത്തിൽ തുടങ്ങുകയാണ്. അതിനൊക്കെ മുജാഹിദ് ആരും നിഷേധിച്ചിട്ടില്ല. അങ്ങനെ നിഷേധിച്ച ആൾക്കാർ മുജാഹിദ് പേരുള്ള ആൾക്കാരെ മാത്രമാണ്. അത് പറഞ്ഞിട്ട് ഇതിലേക്ക് കെട്ടിച്ചമക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത്, അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം എന്താണ്? ദിവസേന പാപം ചെയ്യുന്നയാൾ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ആ വ്യക്തിത്വത്തെ അവർ കുറച്ചു കാണുന്ന ആളുകളാണ്. കളവുകളൊക്കെ പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ പറയണം, തള്ളിയണ്ട് മറിക്കരുത്. വിജയം മുജാഹിദ് ആഘോഷിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഇത് ആഘോഷിക്കുന്നില്ലാത്ത മുജാഹിദുകൾ കാണുന്ന സാധാരണക്കാർക്ക് മുമ്പിൽ മുജാഹിദുകൾ എന്തും പറഞ്ഞ് ആക്കാന്ന് വിചാരിച്ചിട്ട് നടക്കരുത്. ആരെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുജാഹിദുകളെ മൊത്തം ആദർശമായിട്ട് കൊണ്ട് നടക്കാൻ ഒരിക്കലും ശ്രമിക്കാൻ വേണ്ടി പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്നേഹിക്കുന്നവരും പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണമെന്നും ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവന് പിശുക്കനാണ് എന്നും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണമെന്നും നമ്മൾ പ്രവാചകന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ റസൂലിന്റെ മേൽ കാണിക്കപ്പെടുമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന റസൂൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ് എന്ന്, സൃഷ്ടികളിൽ തന്നെ വെച്ച് മലക്കുകളേക്കാൾ ഉന്നതനാണ് പ്രവാചകൻ എന്നും ഒക്കെ സമൂഹത്തെ പഠിപ്പിക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, അല്ലാഹ് പറഞ്ഞാണ് സൂറത്തുൽ കഹ്ഫ്, വെള്ളിയാഴ്ച ദിവസം ഓതൽ സുന്നത്താണ്. അത് നിങ്ങൾ സാധാരണക്കാർ പഠിപ്പിക്കണമെന്നൊക്കെ അറിയില്ല. അതുകൊണ്ട് മുജാഹിദുകൾക്ക് എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ട്. അത് ലാസ്റ്റ് ആയതന്നെ ഖുൽ, റസൂലെ പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ റസൂലാണ്, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അപ്പോൾ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അള്ളാഹ് പറഞ്ഞ ഖുർആനിലുള്ള കാര്യമാണ്. റസൂല് മലക്കാണ് നമുക്കാർക്ക് അഭിപ്രായമില്ല. അള്ളാഹ് റസൂല് മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ സാധാരണക്കാരനെ പോലെ നമ്മളെ നിങ്ങളെ പോലത്തെ ആൾക്കാരെന്നല്ല, മറിച്ച് അഷ്റഫുൽ ഖൽഖാൻ എന്ന പ്രത്യേകതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നബിനെ ആഘോഷിക്കാത്തത് അതുകൊണ്ട് ഓർ ആഘോഷിക്കാത്തത് നിങ്ങൾ നോക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ടതില്ല. അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ അഹ്ലു ബൈത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല, അങ്ങനെ ഒരു കുടുംബത്തെ ഞങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ല. നമ്മളങ്ങനെ വകവെച്ച് കൊടുക്കാത്തത് ഈ നാട്ടിലുള്ള തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നിസ്കരിക്കൂല്ല, നോമ്പെടുക്കൂല്ല, നേരാവണ്ണം ഉടുക്കൂല്ല, അങ്ങനെ പറഞ്ഞു നടക്കുന്ന തങ്ങന്മാര്. പിന്നെ എന്താണ്, ഓണാഘോഷത്തിന് പോയിട്ട് നിന്നു കൊടുക്കുന്ന, അമ്പലത്തിൽ പോയിട്ട് ചോറ് കഴിക്കുന്ന അങ്ങനെ തങ്ങന്മാരുണ്ടല്ലോ. ഈ തങ്ങന്മാരൊന്നും യഥാർത്ഥ തങ്ങന്മാരെ നമുക്ക് വല്ല അഭിപ്രായം ഉണ്ടോ ഇല്ല എന്നതൊക്കെ ചർച്ച ചെയ്യേണ്ട വേറെ വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആദർശത്തിൽ നിൽക്കാത്ത തങ്ങന്മാര് അത് എത്ര വലിയ തങ്ങളായിട്ടും കാര്യമില്ല, അത് നബി കുടുംബമായിട്ടും കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. റസൂലിന്റെ അളാപ്പ നരകത്തിലാണ്. ആളാപ്പാണ്ട് പോയി റസൂൽ പറഞ്ഞ കാര്യം എന്താ? ഒന്ന് ലായിലുള്ള പറ, എന്നിട്ട് ഞാൻ അള്ളാഹോട് പറഞ്ഞു നോക്കാം. നിസ്ലാസ് പറഞ്ഞ കാരണം എന്താ? കുടുംബമായതുകൊണ്ട് കാര്യമില്ല. നേരെ ഫസ്റ്റ് പറഞ്ഞല്ലോ റസൂൽ ഉപ്പ ഉമ്മ, കുടുംബമായതുകൊണ്ട് ഉപ്പ ആയതുകൊണ്ട് കാര്യമില്ല.
അതുകൊണ്ട് അഹ്ലുബൈത്തിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. അഹ്ലുബൈത്തിനെ നിന്ദിക്കുന്ന ആളുകൾ സമസ്തയുടെ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. അതിന് ഓവറാക്കി നടക്കുന്ന സിംഹംസനെ പോലത്തെ ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പ്രവാചകനേക്കാൾ മുകളിലേക്കാക്കുന്ന ഷിയാക്കൾ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ ഓവറായ ഷിയാ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകൾ ഇപ്പോൾ തലപൊക്കി വരുന്നത് നേരെ ഓപ്പോസിറ്റ്, അഹ്ലുബൈത്തിനെ നിഷേധിച്ച് അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പിന്നെ നിസാരമാക്കി ഒക്കെ ആകുന്ന നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് സ്വന്തം കാലിലെ മന്ത് നേരെയാക്കിയിട്ട് മതി ആരാന്റെ കാലുമ്മൽ പോയി നോക്കാനുള്ളതെന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. അവിടുത്തെ മാതാപിതാക്കളെ അംഗീകരിക്കുന്നില്ല, അല്ലാഹുവിനെ കണ്ടുമുട്ടിയ രാത്രിയെ അംഗീകരിക്കുന്നില്ല, അവിടുത്തെ മക്കളെ അംഗീകരിക്കുന്നില്ല, അവിടുത്തെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പറയോ? അവര് പറഞ്ഞിട്ട് വേണോ മുസ്ലിമീങ്ങളെ ഹബീബായ നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ? അവര് പറഞ്ഞിട്ട് വേണ്ട മുഅ്മിനീങ്ങളെ നബിദിനം ആഘോഷിക്കാൻ. റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതി മുഅ്മിനീങ്ങളെ, അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതി മുഅ്മിനീങ്ങളെ. മുജാഹിദുകൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും നബിദിനം ആഘോഷിക്കുകയും വേണ്ട, ആഘോഷിക്കാതിരിക്കുകയും വേണ്ട. റസൂല് പറഞ്ഞിട്ടുണ്ടോ, അള്ള പറഞ്ഞിട്ടുണ്ടോ, അതനുസരിച്ച് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് കൊണ്ടോ മൗലവി പറഞ്ഞത് കൊണ്ടോ ഒരാൾക്ക് സ്വർഗമോ നരകമോ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അള്ളാഹ് റസൂല് പറഞ്ഞതുപോലെ ജീവിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് സാധാരണക്കാർ അതാണ് മനസ്സിലാക്കേണ്ടതെന്ന് മാത്രമാണ് ചുരുക്കി ഓർമ്മപ്പെടുത്തേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.